ഗൈസ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് വെക്കേഷന് പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ പുതിയ നിയമപ്രകാരം 30 ദിവസത്തേക്കാണ് ലീവ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് 31 അല്ലെങ്കിൽ 32 ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേഷൻ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ 31, 32 ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ പെർമിറ്റ് ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് ഒരു ലെറ്റർ വേണം. ആ ലെറ്ററിൻ്റെ ഒരു കോപ്പി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതുമാത്രമല്ല, നമ്മുടെ സാലറി, അതായത് മാസത്തിൽ നമ്മുടെ സാലറി നമ്മുടെ അക്കൗണ്ടിൽ കയറും ചെയ്യണം. സോ അതോടുകൂടി നമ്മുടെ ടാക്സ് അവിടെ കാണിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല, ഈ ഒരു എംപ്ലോയറിൻ്റെ ഭാഗത്തുള്ള ഒരു പെർമിഷൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അവർ സബ്മിഷൻ ചെയ്യും വേണം നമ്മൾ പോകുന്നതിന് മുമ്പ്. അതല്ലാണ്ട് നമ്മളൊരു 2 മാസം 3 മാസമൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു കയറുമ്പോൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങളത് ശ്രദ്ധിച്ചോളുക. നിങ്ങളൊരു 30 അല്ലെങ്കിൽ ഒരു 35, 40 ദിവസത്തേക്കാണ് നാട്ടിൽ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എംപ്ലോയറുടെ ഭാഗത്തുനിന്നുള്ളൊരു ഈ ലെറ്റർ പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ എംപ്ലോയറോട് പറയുക നമ്മുടെ സാലറി ടാക്സ് നമ്മുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് കാണിക്കാനും പറയുക. ഓക്കെ. സോ അതല്ലെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല തിരിച്ചു കയറി വരുമ്പോൾ. സോ 30 കൂടുതലൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. 30 ദിവസത്തിൽ മേളിൽ പോകണമെങ്കിൽ ഈ പെർമിഷനും കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, ശരി ഗൈസ്.